നമസ്കാരം. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്നാണ് പുഷ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പുഷ്പന്റെ ചികിത്സ പുരോഗതിയും വിവരങ്ങളും അന്വേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ നേരിട്ട് ആശുപത്രിയിൽ എത്തിയിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷി എന്നറിയപ്പെട്ടിരുന്ന പുഷ്പൻ കഴിഞ്ഞ 30 വർഷമായി കിടപ്പിലായിരുന്നു. കൂത്തുപറമ്പിൽ 94 നവംബർ 25 നടന്ന ഡിവൈഎഫ്ഐ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്ന നാഡി തകർന്ന് 24-ാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ. ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു പുഷ്പന്റെ ജീവിതം. CPM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. ബാലസംഘത്തിലൂടെയാണ് ഇടതുപക്ഷ ആശയം വേരുറച്ചത്. നോർത്ത് മേനപ്രം LP സ്കൂളിലും ചൊക്ലി രാമവിലാസം സ്കൂളിലുമായി 8ാം ക്ലാസ് വരെ പഠിച്ചു. സ്കൂളിൽ SFI പ്രവർത്തകനായിരുന്നു. വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി ആണ്ടിപ്പീടികയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായി. മൈസൂരുവിലും ബംഗളൂരുവിലും കടകളിൽ ജോലി ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് നാട്ടിൽ അവധിക്കെത്തിയപ്പോഴാണ് സമരത്തിൽ പങ്കെടുത്തത്. അന്ന് മന്ത്രിയായിരുന്ന MK രാഘവനെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് പുഷ്പന് പരിക്കേറ്റത്. KK രാജീവൻ, KV റോഷൻ, ഷിബുലാൽ, ബാബു, മധു എന്നിവർ രക്തസാക്ഷികളായി. ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ തളർന്ന ശരീരവുമായി ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും സമ്മേളനങ്ങളിൽ പലവട്ടമെത്തി. ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. നാട്ടിലെ CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരും കുടുംബവുമാണ് സാന്ത്വന തണലായി പുഷ്പനൊപ്പമുണ്ടായിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ തലശ്ശേരി ടൗൺ ഹാളിലാണ് അദ്ദേഹം അവസാനം പുറത്ത് എത്തിയത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് കിടപ്പിലായിരുന്നു അദ്ദേഹം. വെടിവെപ്പിൽ പരിക്കേറ്റ ശേഷം പൂർണ്ണമായും അദ്ദേഹം കിടപ്പിൽ തന്നെയായിരുന്നു. നിരവധി അസുഖങ്ങളുമുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസത്തിൽ ഏറെയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 പേരാണ് മരിച്ചത്. രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങൾക്കിരയായി ജീവിതം തകർന്നവർ ഏറെയുണ്ടെങ്കിലും ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിശേഷണം പുഷ്പനോളം ചേരുന്നവർ CPMൽ വിരളമായിരുന്നു. പുഷ്പന്റെ ചരിത്രം പാർട്ടിക്കാർക്ക് ആവേശമായെങ്കിലും ആ രണഗാഥയ്ക്ക് ആധാരമായ വിഷയത്തിൽ നിന്ന് പാർട്ടി പിന്നോട്ടു പോകുന്നതിനും പുഷ്പൻ സാക്ഷിയായി. അപ്പോഴും ഒരു എതിർശബ്ദവും ഉയർത്താതെ പാർട്ടിക്കൊപ്പം അടിയുറച്ച് നിൽക്കുകയായിരുന്നു പുഷ്പൻ. തണ്ടല്ലൊടിഞ്ഞിട്ടും വാടാതെ 3 പതിറ്റാണ്ടോളം കാലം ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി നിന്ന പുഷ്പൻ പാർട്ടിക്കാർക്ക് ആവേശം തുളുമ്പുന്ന ഓർമ്മയായിരുന്നു. ഡിവൈഎഫ്ഐ എന്ന സംഘടനയ്ക്കാകട്ടെ 5 സഖാക്കളുടെ ജീവൻ ബലി നൽകിയ കൂത്തുപറമ്പ് സമരത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത പ്രതീകവും. കർഷക തൊഴിലാളി കുടുംബത്തിലാണ് പുഷ്പൻ പിറന്നത്. നാട്ടിൽ സജീവ പാർട്ടി പ്രവർത്തകനായിരുന്നു. കുടുംബം പുലർത്താനായി ബംഗളൂരുവിലേക്ക് വണ്ടി കയറി. അവിടെ പലചരക്ക് കടയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരം കേരളത്തിൽ ആളിക്കത്തി. പുഷ്പനും അതിൻ്റെ ഭാഗമായി. അങ്ങനെയാണ് നവംബർ 25 വെള്ളിയാഴ്ച കൂത്തുപറമ്പിൽ MV രാഘവനെ തടയാനുള്ള സമരത്തിൻ്റെ ഭാഗമാകുന്നത്. കൂത്തുപറമ്പിൽ അർബൻ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു അന്ന് സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവൻ. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന മന്ത്രി N രാമകൃഷ്ണൻ സംഘർഷ സാധ്യതയുണ്ടെന്ന പോലീസ് മുന്നറിയിപ്പിനെ തുടർന്ന് ചടങ്ങിൽ നിന്ന് പിന്മാറിയെങ്കിലും രാഘവൻ ഉറച്ചുനിന്നു. രാഘവനെ തടയാനായി കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമായി 2000-ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഒടുവിൽ മന്ത്രി രാഘവനെത്തിയപ്പോഴേക്കും പ്രവർത്തകർ ഇരച്ചെത്തി. പോലീസ് ലാത്തിചാർജ് തുടങ്ങിയതിന് പിന്നാലെ പ്രവർത്തകർ കല്ലേറ് ആരംഭിച്ചു. ഇതോടെയാണ് പോലീസ് വെടിവെപ്പ് നടത്തിയത്. പോലീസ് നടത്തിയ 2 ഘട്ടമായ വെടിവെപ്പിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് KK രാജീവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV റോഷൻ, പ്രവർത്തകരായ ഷിബുലാൽ, മധു, ബാബു എന്നിവർ മരിച്ചു വീണു. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷുമ്ന നാഡിയിലാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് തളർന്ന പുഷ്പൻ അന്നു മുതൽ കിടപ്പിലാണ്. പാർട്ടിയുടെ വലയത്തിനുള്ളിലായിരുന്നു പിന്നീടുള്ള ജീവിതം. കൂത്തുപറമ്പിൽ വെടിവെപ്പിൽ പാർട്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയ MVRനെ 2 പതിറ്റാണ്ടിന് ശേഷം രാഷ്ട്രീയ ആലിംഗനം ചെയ്യുന്നതും കേരളം കണ്ടു. MVRന്റെ മകന് നിയമസഭാ സീറ്റും പിന്നീട് പദവിയും നൽകി. എന്നാൽ പാർട്ടിക്കപ്പുറം ഒരു വാക്കില്ലാത്ത പുഷ്പൻ ഒരു എതിർശബ്ദവും ഉയർത്തിയില്ല. വെടിവെപ്പിന് കാരണമായ സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ CPM നിലപാട് മാറ്റുന്നതും പുഷ്പൻ കണ്ടു. അപ്പോഴും ഒരു എതിർശബ്ദവും ഉയർത്താതെ പുഷ്പൻ അടിയുറച്ച് പാർട്ടിക്കാരനായി തന്നെ തുടർന്നു. അതുകൊണ്ട് തന്നെ പുഷ്പന്റെ ചരിത്രം പാട്ടുകളായും പ്രസംഗങ്ങളായും ഒക്കെ പാർട്ടി വേദികളിൽ ആഘോഷിക്കപ്പെടുകയാണ്.